അശ്വതി, ഞാൻ ഡോക്ടർ എൻ അജിത് കുമാർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് പോകണം. ഡോക്ടർ അജിത് കുമാർ, ഈ വളരെ സന്തോഷം, നമ്മൾ ഇന്നലെ മത്സരത്തിനിടയിൽ ഞാൻ ഡോക്ടർ അജിത് കുമാർ ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ കൈവിട്ട് പോയല്ലോ എൽദോ എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീടാണ് മത്സരം തിരികെ എത്തിയത്. എന്തായിരുന്നു ആ ടേണിംഗ് പോയിന്റ്? തീർച്ചയായിട്ടും ടേണിംഗ് പോയിന്റ് ക്ലാസിന്റെ വിക്കറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ ക്ലാസിന്റെ ആ ഒരു വിക്കറ്റ് എന്നെ സംബന്ധിച്ചോളം അതൊരു ഗംഭീര വിക്കറ്റായി. ഹാർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ മികവ് കാണിച്ചു കൊണ്ടുവന്നു അന്ന്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഹാർദിക് വളരെ കറക്റ്റ് ടൈമില് വന്ന് കൃത്യതയോടെ ബോൾ ചെയ്ത് ശരിക്ക് ക്ലാസിന്റെ ആ വീക്ക്നെസ് ആണ്. ശരിക്കും അതിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് വല്ലാണ്ട് ഫ്ലാഷ് ചെയ്യുന്നു എന്ന് രജിസ്റ്റേഴ്സിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഫ്ലാഷ് ചെയ്തു. ഋഷഭ് പന്ത് നല്ലൊരു ക്യാച്ച് കൊടുത്തു. അതായിരുന്നു ക്രിട്ടിക്കൽ. കാരണം അവർ രണ്ടുപേരും ബാറ്റ് ചെയ്യുന്ന സമയത്താണ് താങ്കളോട് മാത്രം പല സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോ കയ്യിൽ പോയല്ലോ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് പോയല്ലോ. ക്ലാസ് എന്നൊരു ക്ലാസ് ആക്ട്, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ആക്ട് ആയിരുന്നു, സംശയിക്കണ്ട. പക്ഷെ ആ ക്ലാസ് ആക്ട് ഇന്നലെ വലിച്ചില്ല. അദ്ദേഹത്തെ പോലെ ഒരു പ്ലെയർ ഇത്രയും, ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ പറ്റി നമുക്ക് ഇത്ര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഹാർദിക് പാണ്ഡ്യ ഓഫ് സൈഡിലൂടെ ആ സിക്സർ അടിച്ചത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ബാറ്റ്സ്മാന്റെ ആ ഒരു ക്വാളിറ്റിയാണത്. അത്രയും ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു ബാറ്റ്സ്മാനെ നമുക്ക് അദ്ദേഹത്തിന്റെ വിക്കറ്റ് കിട്ടിയപ്പോഴാണ് ശരിക്കും ആശ്വാസം. അദ്ദേഹം ഔട്ടായപ്പോ തന്നെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ മില്ലർ ബാക്കിയുണ്ട്. മില്ലറിന്റെ വളരെ ജാൻസൺ ഔട്ടായി. അപ്പൊ ജാൻസൺ ഔട്ടായപ്പോഴേക്കും ബുംറയുടെ ഉഗ്രമാണ് ജാൻസൺ കൂടി ഔട്ടായപ്പോ ഒരു നമുക്ക് കൂടുതലോ. പക്ഷെ വീണ്ടും മില്ലർ എന്നൊരു വ്യക്തി ആ ഭാഗത്തുണ്ട്. അദ്ദേഹം എന്നാൽ ചെയ്യാമോന്ന് പറഞ്ഞൂടാ. പക്ഷെ മില്ലറിന്റെ ശരിക്കും സിക്സ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ സിക്സർ ആയിക്കുന്ന കഴിയുമ്പോഴാണ് എവിടെ നിന്നും നമ്മുടെ സ്കൈ വന്നിട്ട് സൂര്യകുമാറിന്റെ ആ ക്യാച്ച് അവർ പറയുന്നത് must be one of the finest catches held under such pressure in a World Cup final. അതാണ് സൂര്യകുമാറിനെ പറ്റി ആ ക്യാച്ചിനെ പറ്റി പറഞ്ഞത്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ക്യാച്ച്. അത് എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇത്രയും ക്രിട്ടിക്കൽ മൊമെന്റിലും സൂര്യകുമാർ അദ്ദേഹത്തിന്റെ സന്തുലിത അവസ്ഥ മാറിയില്ല. കൃത്യമായി കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തു, എടുത്തു. അപ്പൊ മനസ്സിലായി അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ഉടനെ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വന്ന് ഗംഭീരമായിട്ട് ആ ക്യാച്ച് എടുക്കും. ശരിക്കും ഒരു ടീം എഫേർട്ടായിരുന്നു. നമ്മളിപ്പോ പറഞ്ഞ സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ശൈലിയായിരുന്നു, ശരിയാണ്. പക്ഷെ അത് റബാഡയുടെ ക്യാച്ചും അത് നല്ല ഡിഫീൽഡ് ആയിരുന്നു. ശരിക്ക് അദ്ദേഹം അതും എടുത്തു. അപ്പൊ എല്ലാ വിധത്തിലും കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലൊരു ടീം എഫേർട്ട് എല്ലാ പ്ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവരും. ജഡേജ ശരിയാണ്, അദ്ദേഹം ഒരു ഓവറിന് 12 റൺ കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുക എത്ര സേവ് ചെയ്തത്, എത്ര റൺസാണ് അദ്ദേഹം സേവ് ചെയ്തത് ആ ഒരു കവർ പോയിന്റിൽ നിന്നുണ്ട്. കുൽദീപ് യാദവ് ഓടുകളുടെ നിലയിൽ ഫെയിലിയർ ചെയ്തു. പക്ഷെ ആ ഡികോക്കിന്റെ ക്യാച്ച് കൃത്യമായിട്ട് എടുത്തത് അതൊന്നും അത്ര ഈസി ക്യാച്ചസ് അല്ല. കാരണം ഡികോക്കൊക്കെ പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പ്രഹരിക്കുന്ന ബാറ്റ്സ്മാൻ ആണ്. ഓരോ പ്ലെയറും അവരുടെ കോൺട്രിബ്യൂഷൻ ഇന്നലെ നമ്മുടെ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് യാതൊരു സംശയമില്ല. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ് ഇന്നലെ ഇന്ത്യ കൃത്യമായിട്ട് കാണിച്ചു. പലപ്പോഴും നമ്മൾ പറയാം T20 എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഒരു വ്യക്തി ആലോചിച്ചാൽ കളി ജയിക്കാൻ പറ്റുന്നത്. ഇന്നലെ നമുക്ക് മനസ്സിലായി ഒരു വ്യക്തി ജയിച്ചാൽ നടക്കില്ല, ഒരു ടീം എഫേർട്ട് വേണം. ആ ടീം എഫേർട്ടാണ് ഇന്നലെ ടീം ഇന്ത്യ കാണിച്ചത്. ഇതുപോലൊരു എഫേർട്ട് എനിക്ക് തോന്നുന്നില്ല ഈയിടെയായിട്ട് ഇന്ത്യൻ ടീം കാണിച്ചത്. ഞാൻ വിചാരിച്ചത് ഇതേ എഫേർട്ട് ഓസ്ട്രേലിയയായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ODI വേൾഡ് കപ്പ് ജയിച്ചേനെ. ആ എഫേർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. ട്രാവിസ് ഹെഡ് അങ്ങനെ അടിച്ച സമയത്ത് നമ്മൾ ആ വിചാരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ആ എഫേർട്ട് എടുത്തില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇന്നലെ അതായിട്ടില്ല. കാരണം ഇന്നലെ ഒരു ജീവൻ മരണ പോരാട്ടം പോലെയാണ് ഇന്ത്യൻ ടീം കളിച്ചത്. അത് നമ്മൾ ശരിക്കും നോട്ടീസ് ചെയ്തിരുന്നു. അത്രയും ഇപ്പൊ 11 പേരും അവരുടെ ആ ഒരു മുഖഭാവം കണ്ടാൽ മനസ്സിലാവും അത്രയും അവരെ ജയിക്കണം എന്നുള്ള ഒറ്റ ഒരു 1 പോയിന്റ് എജൻഡയില് കളിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതുപോലൊരു വിക്ടറി എനിക്ക് ഇതിനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 1983 വേൾഡ് കപ്പ് ഫൈനൽ മാത്രം. വേറെ ഒരു വിക്ടറി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
1983 വേൾഡ് കപ്പ് ഫൈനൽസ് ഓരോ ബോളും കേട്ട വ്യക്തിയാണ് ഞാൻ. അന്നും ഇതേ പാഷനാണ് കപിൽ ദേവ് ആൻഡ് കമ്പനി നടത്തിയത്. അതേ പാഷനിലായിരുന്നു രോഹിത് ശർമ്മ. കാരണം ഞാൻ 2011 നമ്മൾ വിജയിച്ചു, അതെല്ലാം എല്ലാം ശരിയാണ്. പക്ഷെ 83 ലോകകപ്പിന്റെ ആ ഒരു പാഷൻ ഞാൻ ശരിക്കും ഇന്നലെ രോഹിത് ശർമ്മയുടെ ആ ടീമിൽ കണ്ടു. ആ പാഷൻ കാരണമാണ് നമ്മൾ ശരിക്ക് ആ T20 ലോകകപ്പ് വിജയിച്ചതെന്നാണ് എന്റെ വിശ്വാസം. എക്സാക്ട്ലി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എനിക്ക് തോന്നുന്നു താങ്കളെ ഞാൻ ഇന്നലെ ഫോൺ വിളിക്കുന്നത് 15ാമത്തെ ഓവറിന്റെ സമയത്താണ്. അക്സർ പട്ടേലിന്റെ ആ ഓവറിൽ, അതായത് 24 റൺസാണ് അക്സർ പട്ടേൽ വഴങ്ങിയത്. അതായത് ഹെൻറി ക്ലാസന്റെ ഒരു ക്ലാസി ഓവർ ആയിരുന്നു എന്ന് പറയാം. ദക്ഷിണാഫ്രിക്ക ഒരു ഈസി വാക്ക് ഓവറിലേക്ക്, ഈസി വിന്നിലേക്ക്, വിക്ടറിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കരുതിയ സമയം പിന്നീട് ജസ്പ്രീത് ബുംറയ്ക്ക് പന്ത് ഏൽപ്പിക്കുന്നു രോഹിത് ശർമ്മ. ജസ്പ്രീത് ബുംറ എന്താണ് ഈ ടീമിന് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഓവറായിരുന്നു അത്. ആദ്യ പന്ത് തന്നെ ഒരു എഡ്ജ് ജസ്റ്റ് പാസ് സ്റ്റംപ്സ് എന്നുള്ള മട്ടിൽ പോകുന്നു. ആ പന്തിൽ പിന്നീട് 4ാമത്തെ ബോള് യോർക്കർ എറിയുന്നു. അങ്ങനെ ആ ഓവറിൽ ആകെ വഴങ്ങി 4 റൺസാണ്. അതായത് 24 റൺസ് വഴങ്ങി അക്സർ പട്ടേൽ അത്രയും മാത്രം പ്രഹരമേറ്റ ശേഷം, അതും മില്ലറും ക്ലാസിനും ക്രീസിൽ നിൽക്കുമ്പോൾ ബുംറ പ്രകടമാക്കിയ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ. ആ വിക്കറ്റ് ആ ഓവറിൽ ഉണ്ടായില്ലെങ്കിൽ പോലും 16ാമത്തെ ഓവർ അല്ലേ മത്സരത്തിൽ ഏറ്റവും ഗതി നിർണയിച്ചത്? തീർച്ചയായിട്ടും ആ 16th ഓവറിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു ബെസ്റ്റ്. ആ ബോളിങ്ങിന്റെ ബ്രില്യൻസിനെക്കാളും ഇത്രയും ഫോമിലുള്ള ബാറ്റ്സ്മാൻ അവരുടെ ക്ലാസ്സിന് വെറുതെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. കാരണം അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതാണ് അവസാനം അവർ വിചാരിച്ചൊരു സിംഗിൾസ് മതി. സൗത്ത് ആഫ്രിക്കൻസും ആ കാര്യത്തില് മിടുക്ക് കാണിച്ചു കേട്ടോ. കാരണം രണ്ടുപേരും ബൗണ്ടറി സിക്സർ അടിച്ചിരിക്കുന്ന ആ മൂഡില് ആ ബുംറയുടെ ആ ഓവർ വന്നപ്പം അവർ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അത് അതവിടെ നോട്ടീസ് ചെയ്തോ കൃത്യമായിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടില്ല, ഒരു സിംഗിൾസ് 4 സിംഗിൾസ് എടുത്ത് അവസാനിപ്പിച്ചു. പക്ഷെ അവര് കാണിക്കുന്നത് ആ ഒരു ഓവർ കൂടെ പെട്ടെന്ന് റൺ റേറ്റിന്റെ റിക്വയർമെന്റ് കൂടി. കാരണം ഓരോ ഓവർ കഴിയുമ്പോൾ നമ്മൾ നിയർലി 9-10 ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 9 റൺ എപ്പോഴും അവർക്ക് ആവറേജിന് വേണ്ടി വന്നിരുന്നു. അത് പെട്ടെന്ന് 10ലേക്ക് പോയി. അതായിരിക്കാം പാണ്ഡ്യയുടെ ബോളിംഗ് വന്നപ്പോൾ ക്ലാസ് വിചാരിച്ചു ഈ 10 per over ആണ്. കാരണം ആ 10 per over എത്തിയാൽ എന്ത് വന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും അവസാനം. അപ്പൊ ആ ഒരു ബോർഡിലാണ് ക്ലാസൻ ഒരു അതുപോലെ 50 അടിച്ചതിന്റെ ഒരു സന്തോഷത്തില് ഒരു ഹാഫ് സെഞ്ചുറി അടിക്കുക, ഒരു ലോകകപ്പ് ഫൈനൽസിൽ ഒരു ഹാഫ് സെഞ്ചുറി അടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോഴായിരിക്കും ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, ഐ മസ്റ്റ് ഗോ ഫോർ ദ റൺസ്. കാരണം ബുംറയ്ക്ക് ഒരു ഓവർ കൂടിയുണ്ട്. അപ്പൊ ആ ഒരു പേടിയായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഈ പാണ്ഡ്യയെ ഒന്ന് ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ആലോചിച്ചതും ആ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയത്. ശരിക്കും നല്ല സൈക്കോളജിക്കൽ ഗെയിമാണ്. ആ ബോളിംഗ് ചേഞ്ചസ് ആർഷീപ്പിനെ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് വെച്ചതും ഒരു സ്റ്റേജ്. വേറൊരു നല്ലൊരു കാര്യം ഞാൻ കണ്ടത്, സ്പിന്നേഴ്സിന് ആദ്യം തന്നെ അദ്ദേഹം ബോൾ ചെയ്യിച്ചു. അവർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി, രോഹിത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇന്ന് സ്പിന്നേഴ്സിന്റെ ഡേ അല്ല. 49 റണ്ണാണ് കുൽദീപ് യാദവ് കൊടുത്തു. നമ്മള് കുൽദീപാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ റിവ്യൂല് ആലോചിച്ചാണ്. കുൽദീപ് യാദവ് ഇത് എങ്ങനെ ഫേസ് ചെയ്യും? 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്, ജഡേജയ്ക്ക് ഓവർ കൊടുത്ത് അദ്ദേഹത്തിന് 12 റണ്ണാണ് എടുത്തത്. അപ്പൊ ഓരോ മൂവും മനസ്സിലായി, വ്യക്തമായിരുന്നു. എന്താണ് സ്പിന്നേഴ്സിന് വലിയ റോളില്ല എന്നൊരു ലെവലിലേക്ക് അത് നിലവിൽ ആ ക്ലാസിന്റെ മൂഡ് ആര് ബോളിച്ചാലും അദ്ദേഹം ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ത്യക്കാരല്ല, ലോകത്ത് ആരെ നമുക്കറിയാലോ. പഴയ ഒരു 188 അദ്ദേഹം ഇംഗ്ലണ്ടിനോട് എടുത്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇംഗ്ലണ്ടിനോട് ഒരു ODI സീരീസ് ആദ്യത്തെ 2 മത്സരം സൗത്ത് ആഫ്രിക്ക തോറ്റിട്ട് അടുത്ത 3 മത്സരം ജയിച്ച ആ ഒരു ടൂറില് ക്ലാസനായിരുന്നു അന്നത്തെ ഹീറോ. അതിനാണ് നമ്മൾ ക്ലാസിന്റെ ഒരു പ്ലെയറിനെ പറ്റി ലോകം പറഞ്ഞത്. അന്നത്തെ ആ ഒരു 188 റൺസ് എടുത്തതോടെയാണ്. ഇത് ലോകകപ്പിൽ വന്നപ്പോഴാണ് എല്ലാവരും ഏറ്റവും ആകാംക്ഷയോട് വെയിറ്റ് ചെയ്ത് ക്ലാസനെയാണ്. അത്രയും ഒരു ക്ലാസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് അറിയാം അത്രയും റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്ന്. അപ്പം റൺ റേറ്റ് കൂടിയപ്പം റൺ റേറ്റ് കൂടിയപ്പം അഗ്രസീവ് ആവണമെന്ന് വിചാരിച്ചു. അവിടെയാണ് ഹാർദിക്കിന്റെ ആ ഒരു ബ്രില്യൻസ് നാം കണ്ടത്. കൃത്യമായിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഒരു ഗുഡ് ലെഗ് ബോൾ ടു ക്ലാസ്സിൽ അടിക്കാൻ പോയി കോട്ടയായി. അതൊരു നല്ലൊരു ശരിക്കും വെൽ പ്ലാൻഡ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നി രോഹിത് ഒരു ഡു ഓർ ഡൈ എന്ന ഒരു എന്താ പറയുക ഒരു സ്കീമാണ്
നമ്മുടെ രോഹിത് ഒരു 17th ഓവർ ആയപ്പോഴും എടുത്തത്. അത് കൃത്യമായിട്ട് സക്സീഡ് ചെയ്തു. നമുക്കൊരു വിജയത്തിലേക്ക് എത്താനും പറ്റും. ഉറപ്പായിട്ടും അതാണ് ഒരു വളരെ നിർണായകമായത്. ഇനി ഈ ബാർബഡോസ് അവിടെ കെൻസിംഗ്ടൺ ഓവലില് അവിടെ ഈ സ്പിന്നർമാർക്ക് ഇത്രമാത്രം ഒരു സാധ്യത ഇല്ലായ്മ നമ്മൾ കരുതിയിരുന്നില്ലല്ലോ ഡോക്ടർ അജിത് കുമാർ. ഈ അക്സർ പട്ടേലിനെയൊക്കെ അല്ലെങ്കിൽ കുൽദീപിനെയൊക്കെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത വിധത്തിൽ ദക്ഷിണാഫ്രിക്ക അത് വളരെ പ്ലാൻഡ് ആയിട്ട് അഗ്രസീവായി എത്തിയതായിരിക്കും. ഇന്ത്യൻ സ്പിന്നർമാരായിരിക്കും അതിൽ ഒരു കരുതേണ്ടവർ എന്നുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് കരുതണോ അതിനെ? തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി ഇന്ത്യൻ സ്പിന്നർമാർ ഇറങ്ങാൻ. അത് മാത്രമല്ല ഒരു കാര്യം കൂടി കണ്ടോ, നമ്മൾ പവർ പ്ലേ തന്നെ ഇവർ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പവർ പ്ലേ തന്നെ ഭയങ്കര അഗ്രസീവായി. ഡിക്കോക്കാണ് തുടങ്ങി വെച്ചത്. വിൻസൻ ഡിക്കോക്ക് ആണ് തുടങ്ങി. വിൻസൻ ഡിക്കോക്കിന്റെ സ്റ്റെപ്സും കൂടിയിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഒരു വളരെ ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പാണ് സ്റ്റെപ്സും ഡിക്കോക്കും കൂടി. ആ ഡിക്കോക്കിന് ഹർഷ്ദീപിന്റെ ബോളിങ്ങിന് ഡിക്കോക്ക് ഔട്ട് ആവുന്നത് വരെ ഡിക്കോക്ക് ഒരു നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഡിക്കോക്കിന്റെ അദ്ദേഹത്തിന്റെ ആ ഫോമിലുള്ള ബാറ്റിംഗ്. അദ്ദേഹമാണ് നമ്മുടെ സ്പിന്നേഴ്സിനെ ശരിക്കും തകർത്തെന്ന് പറയാം. നമ്മൾ ആ 3rd ഓവർ തന്നെ അക്ഷറിന് കൊണ്ടുവന്നപ്പോ പ്രതീക്ഷിച്ചില്ല ഇവരൊരു ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അക്ഷറിനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഓവർ കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി കൃത്യതയോടെ അവര് അക്ഷറിനെയും കുൽദീപിനെയും ടാർഗറ്റ് ചെയ്തു. കളിക്കാണ്ടപ്പോഴാണ് അവർ ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഒരു കാര്യം റിസ്ക് ഉണ്ടതിന്, പക്ഷെ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. കാരണം വിക്കറ്റ് അങ്ങനത്തെ ഒരു വിക്കറ്റ് ആയിരുന്നു. ഷംസീന്റെ ഒരു ബോളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ടേൺ ചെയ്ത് കണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ടേൺ പിന്നീട് ഉണ്ടായില്ല. വിക്കറ്റ് വളരെ ഡ്രൈ ആയി പല പെർഫെക്റ്റ് ആയി ശരിക്കും പറഞ്ഞ സ്പിന്നേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. അത് കൂടുതലും ഈ സൗത്ത് ആഫ്രിക്കൻസിന്റെ എഗ്രഷൻ കാരണമാണ്. അവർ വിചാരിച്ചു സ്പിന്നേഴ്സിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോയാൽ ഒരു പ്രശ്നമാവും അറിയാം. നല്ല അഗ്രസീവ് ആയിട്ട് തുടങ്ങി. ആ അഗ്രസീവ് ആയിട്ട് ടീകോക്കും പിന്നെ സ്റ്റെപ്സും കൂടി ചെയ്തപ്പം ആ ഒരു 3rd വിക്കറ്റ് പാർട്ണർഷിപ്പ്, ഞാൻ പറഞ്ഞ കളിയിലെ ഒരു 3rd വിക്കറ്റ് പാർട്ണർഷിപ്പ് വളരെ ക്രൂഷ്യൽ. സ്റ്റെപ്സ് ക്ലീൻ ബോൾഡ് ആവുന്നത് വരെ നമുക്ക് ഒരിക്കലും ആ ഒരു കാരണം സ്റ്റെപ്സിന്റെ കാര്യം അറിയാലോ. നമുക്ക് ഈ സൗത്ത് ആഫ്രിക്ക വളരെ പരിഗണായിരുന്ന സമയത്ത് പോലും സ്റ്റെപ്സും മില്ലറും കൂടിയിട്ടാണ് നെതർലൻഡ്സിനോടുള്ളൊരു പാർട്ണർഷിപ്പ് ഇട്ടത്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ആണ് സ്റ്റെപ്സ്. അപ്പൊ സ്റ്റെപ്സിന് ഈ സാഹചര്യം വ്യക്തമായിരുന്നു. അദ്ദേഹത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഏറ്റവും എനിക്ക് പേടിയുള്ള ബാറ്റ്സ്മാൻ സ്റ്റെപ്സ് ആണ്. കാരണം ലോ പ്രൊഫൈൽ ആണ്, പക്ഷെ ഹൈ സ്കോറിംഗ് ബാറ്റ്സ്മാൻ ആണ്. ഇന്ത്യയിൽ അദ്ദേഹം ഡൽഹി ഡേർഡേവിൾസിന് വേണ്ടി കളിച്ചതൊന്നും ഓർമ്മയുണ്ടല്ലോ. അല്ലാതെ അദ്ദേഹത്തിന് കുൽദീപിനെ നന്നായിട്ട് കളിക്കാൻ അറിയാം. കാരണം കുൽദീപ് സ്റ്റെപ്സ് ഒരേ ഫ്രാഞ്ചൈസിക്കാണ് കളിച്ചത്. അതുകൊണ്ട് കുൽദീപിനെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് സ്റ്റെപ്സ് കളിച്ചത് എന്നുള്ളത് ഞാൻ വളരെ നോട്ടീസ് ചെയ്തു. അപ്പോഴേ വിചാരിച്ചു ഇവര് ഡൽഹി ഡേർഡേവിൾസിൽ ഒന്നിച്ച് കളിച്ചതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും സ്റ്റെപ്സ് അത് കാണിക്കുകയും ചെയ്തു. പക്ഷെ ആ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ടാണ് എനിക്കറിയാവുന്നത് ക്ലാസനാണ് അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ടർ. പക്ഷെ താങ്കൾ പറഞ്ഞത് വിക്കറ്റിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല. സാധാരണ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുറച്ച് പെർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ സ്പിന്നേഴ്സിനോട് ഒരു എക്സാസ്പിറേഷൻ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ജഡേജയെ കൊണ്ടുവന്നു. 12 റണ്ണാണ് ജഡേജ കൊടുത്തത്. അതുപോലെ ജഡേജയ്ക്ക് ബോളിംഗ് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി. 49 റൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വിക്കറ്റില്ലാണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവിനെ ഇത്രയും സ്കോർ കൊടുത്തിട്ട് ഒറ്റ വിക്കറ്റ് പോലും ഇല്ല. കാരണം റൺ കൊടുക്കാണെങ്കിൽ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടാറുണ്ട്. ഒറ്റ വിക്കറ്റ് കുൽദീപ് യാദവ് അങ്ങനെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സ്പിന്നർമാർക്ക് ഇന്നലെ ഒരു ബ്ലാങ്ക് ഡേ ആയിരുന്നു. 106 റണ്ണാണ് അവർ കൊടുത്തത്. 106 റൺസ് കൺസീഡ് ചെയ്ത് നമ്മള് ഈ 3 സ്പിന്നർമാരാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള 11 ഓവറില് നമ്മുടെ പേസേഴ്സ് കൺസീഡ് ചെയ്തത് 63 റൺസ് മാത്രമേ ഉള്ളൂ. അവര് എല്ലാ 8 വിക്കറ്റും എടുത്തു. അങ്ങനെയാണ് ഈ കോംപ്ലിമെന്റ്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇന്ത്യൻ ബോളേഴ്സ് എങ്ങനെ നന്നായിട്ട് തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നു. സ്പിന്നേഴ്സ് വീക്ക് ആകുമ്പോൾ നമ്മുടെ പേസേഴ്സ് വളരെ നന്നായിട്ട് ബോൾ ചെയ്യും. പേസേഴ്സ് നല്ല അടിയേറ്റുന്ന സമയത്താണ് സ്പിന്നേഴ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. അവിടെ ടീം എഫേർട്ടിന്റെ ഒരു കാര്യം സ്പിന്നേഴ്സ് ഫെയിൽ ചെയ്തപ്പോൾ അവർ നന്നായിട്ട് കവർ ചെയ്തു നമ്മുടെ പേസ് ബോളേഴ്സ്. അതൊരു നല്ലൊരു വിശേഷം. പലപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്യാറുണ്ട്. സാധാരണ പേസ് ബോളേഴ്സ് ഫെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്പിന്നേഴ്സ് ആണ് അവരെ കവർ ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ സ്പിന്നേഴ്സ് നന്നായിട്ട് നമ്മുടെ പേസ് ബോളേഴ്സ് കവർ ചെയ്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.